എന്നിട്ട് ഞാൻ പറഞ്ഞ് ആറ്റുകാലമ്മയുടെ ഇവിടെ നിരന്തരം വഴക്കാണ്. ഞങ്ങളവിടെ നാണക്കേടാണ്, നമുക്ക് ജീവിക്കാൻ പറ്റൂല, ഇങ്ങനെയൊന്നും നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞും കൊണ്ട് അവിടെ വഴക്കാണ്. ഇവിടെ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. ഒടുക്കം ഞാൻ അമ്മയുടെ അടുത്ത് പൊട്ടിക്കരഞ്ഞും കൊണ്ട് വീട്ടിലിരുന്നിട്ട്, ക്ഷേത്രത്തിൽ പോയിട്ടില്ല, കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ലല്ലോ, വീട്ടിലിരുന്ന് പൊട്ടിക്കരഞ്ഞ് ഞാൻ പറഞ്ഞു 51 കലത്തിൽ ഞാൻ പൊങ്കാല ഇടാം, അത്ര തന്നെ. അതിനുശേഷം വർഷം 40 വർഷത്തോളം ഇതാ ആവുന്നു. ഒരു നോട്ടീസും വന്നിട്ടേയില്ല. ഈ ഒരു നേർച്ച ഞാനങ്ങ് നേർന്നു. പക്ഷേ എനിക്ക് ഈ നേർച്ച നടത്താൻ ഒരു നിവർത്തിയുമില്ല. 51 കലത്തിൽ പൊങ്കാല ഇടാനും നിവർത്തിയില്ല, ആളുമില്ല. 51 കലത്തിൽ പൊങ്കാല ഇടാൻ എന്നെ സഹായിക്കാൻ ആൾ വേണ്ടേ? എനിക്ക് ആരുമില്ല, ഒരു മനുഷ്യരുമില്ല. അപ്പോഴും ഞാൻ ദൈവത്തോട് സംസാരിക്കും. എനിക്കറിയില്ല ദൈവം എന്നോട് സംസാരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ 51 കലത്തിൽ പൊങ്കാല ഇടാൻ എനിക്ക് പണവും ഇല്ല, ആളും ഇല്ല, അതിന് പകരം ഞാൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ അമ്മയുടെ അടുത്ത് നിരന്തരം ചോദിക്കുമായിരുന്നു.